അങ്ങനെ നരേന്ദ്രമോദി അടുത്ത പണിയും തുടങ്ങി. നോട്ടുകൾ നിരോധിച്ചപ്പോൾ സ്വർണത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയവരുടെ ഉറക്കവും നഷ്ടപ്പെടാൻ പോകുന്നു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് ടെൻഷൻ മാറ്റിയവർക്ക് ഇനി ടെൻഷനോട് ടെൻഷനായിരിക്കുമെന്ന് ചുരുക്കം. ഇട്ടുമൂടാൻ സ്വർണമുണ്ടായിട്ടും ആർത്തി തീരാത്തവരുടെ കാര്യം കട്ടപ്പോക. പഴയ സുഹൃത്ത് പോയി വരേണം പെട്ടെന്നവിടെ സ്വർണം നൽകുകണമുണ്ടാകും. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പൂ. എന്തൊരു ടെൻഷൻ. അങ്ങനെ സ്വർണത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായതോടെ പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് കടക്കാം. പ്രതിപക്ഷത്തെ സിംഹം നാടുചുറ്റൽ തുടരുന്നു. ഇത്തവണ എത്തിയത് അട്ടപ്പാടിയിലെ ഗർഭം തേടി. ആ സമയത്ത് ഡോക്ടറൊന്നും കണ്ടില്ലേ? ഗർഭമുള്ള സമയത്ത് സ്കാനിങ് ചെയ്തപ്പോൾ അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കോട്ടത്തറ ഹോസ്പിറ്റലിലാണ്. എന്റെ ദൈവമേ, തന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് വീണ്ടും ബാലൻ. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. മന്ത്രി മണി ആശാൻ പുതിയ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അയാളാരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. മന്ത്രിമാരെ വിട്ടുപിടിച്ച ആശാൻ സുധീരന്റെ നെഞ്ചത്തിട്ട് കുത്തി. 947 മുതൽ നടത്തിക്കൊണ്ടു നടന്നാണ് ഇപ്പം 44 മുഴുത്ത സീറ്റ് പാർലമെന്റിൽ. മോഹൻലാൽ മികച്ച അഭിനേതാവാണെന്നും മണിമന്ത്രി. ചില കലാകാരന്മാരും ഉണ്ട്, അവർക്ക് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവുമല്ലോ. പോലീസുകാർ കൺകണ്ട ദൈവങ്ങളെന്ന് പിണറായി മുഖ്യൻ. സത്യസന്ധമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന പോലീസുകാർ പ്രശംസ കേട്ട് നെഞ്ചുപൊട്ടി പോലീസുകാർ. ബോധപൂർവം തന്നെ തെറ്റായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല. സംസ്ഥാനത്തെ പ്രശ്നബാധിത പ്രദേശങ്ങൾ തെരഞ്ഞെടുത്ത് സന്ദർശിക്കുന്ന തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പണ്ട് പ്രതിപക്ഷ നേതാവായപ്പോൾ VS അച്യുതാനന്ദൻ നടത്തിയ വിശ്വവിഖ്യാത സന്ദർശനങ്ങളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ചെന്നിത്തല ഗാന്ധി. അങ്ങനെ ഇത്തവണ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അട്ടപ്പാടിയാണ്. ശിശു മരണത്തെക്കുറിച്ചാണ് അന്വേഷണം. ആദിവാസികളെല്ലാം ഗർഭം ധരിച്ചത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെന്നും തങ്ങളുടെ കാലത്തെ ഗർഭം ഇങ്ങനെയല്ലെന്നുമുള്ള AK ബാലൻ്റെ നിയമസഭാ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചെന്നിത്തല കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനെത്തുന്നത്. പണ്ട് KPCC പ്രസിഡന്റായ സമയത്ത് 2 തവണ അട്ടപ്പാടിയിലെത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ സംഗതി വളരെ ഗൗരവമുള്ളതാണ്. ഇപ്പോഴേ കാര്യങ്ങൾ സ്മൂത്തായി നീക്കിയാലേ ഭാവിയിൽ ഗുണം ചെയ്യുള്ളൂ എന്ന് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്ത കുത്തോണ്ട് ചത്തില്ലേ, കുഞ്ഞാലി, ഓന്റെ ബാപ്പയാ. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ച നേതാവ്. അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാൻ വന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. അത് വേണോ? വേണം. വീടും കൂടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടി. ഒരു ഷാളിട്ട് നിങ്ങൾ ആദരിക്കാം. കണ്ണമ്മ എന്ത് പറ്റി? വേദന ഡോക്ടറെ കണ്ടില്ലേ? ഗുളിക തരുന്നുണ്ടോ? ഡോക്ടറൊക്കെ ഉണ്ടോ? കാര്യമായിട്ട് നോക്കുന്നുണ്ടോ? ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ?
അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ. BPL കാർഡ് പ്രകാരമുള്ളത് എത്ര കിട്ടും? റേഷൻ കാർഡ് ഇല്ല. അതെന്താ? റേഷൻ കാർഡ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതേതായാലും ഈ കുട്ടികൾക്ക് ആഹാരമൊക്കെ നന്നായി കൊടുക്കണം. ആ കുടിക്കാണ്ട് കാലിച്ചായെങ്കിലും കൊടുത്തോളാം അവർക്ക്. ഇല്ല സർ. അയ്യേ വേഗം കൊടുക്ക്. ഇതിലേതാ കുഞ്ഞാളുടെ വീട്? ഓ കഷ്ടം. ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ധൈര്യമായി. വാങ്ങിച്ചോടാ. എന്റെ ബാപ്പാന്റെ വലിയ ദോസ്താരും ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? തൽക്കാലം പുറകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടി വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന് കാശില്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം. കാര്യം നടക്കട്ടെ. ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ചെയ്താവ് വോട്ടേറിയ സീറ്റേറിയ സ്വന്തം കാര്യം സിന്ദാബാദ്. പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. അനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. ചത്തിക്കിടക്കണ കാർന്നോരെ ചെന്ന് പുകഴ്ത്തണ മാവോളം നിക്കാകിലും ഓത്തീസിലും ആളാകുവാൻ നീ പോണം. എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കനെ മൂക്കൊലിച്ചതിന്. തോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. ആളുകളെയൊക്കെ വിശദമായി പരിചയപ്പെട്ട സാഹചര്യത്തിൽ ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഗർഭം എങ്ങനെ ഉണ്ടായി? ഗർഭിണികൾക്ക് എന്തുകൊണ്ട് ആവശ്യമായ പോഷകാഹാരം ലഭിച്ചില്ല? ഒപ്പം കുഞ്ഞുങ്ങൾ മരിക്കാനിടയായ സംഭവം. ഇവയെക്കുറിച്ചുള്ള പഠനമാണത്. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഗർഭം തൻ്റെ തലയിലാക്കാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നതെന്ന സംശയത്തിലാണ് AK ബാലൻ മന്ത്രി. ആ സമയത്ത് ഡോക്ടറൊന്നും കണ്ടില്ലേ? ഗർഭമുള്ള സമയത്ത് അതൊക്കെ സ്കാനിങ് ചെയ്തപ്പോ അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങള് കോട്ടത്തറ ഹോസ്പിറ്റലാണ്. എന്റെ ദൈവമേ, ഗർഭം അതല്ല, ഈ ഗർഭം ധരിച്ച സമയത്ത് ഡോക്ടറെ കണ്ടുവന്നില്ലേ? ആ സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവര് പേപ്പർ ഉണ്ട് കയ്യില്. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. സാർ 5ാമത്തെ മാസം സ്കാനിങ് പോയപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. 8ാമത്തെ മാസം സ്കാനിങ് ചെയ്യാൻ പോയപ്പോഴാണ് പറഞ്ഞത്. എവിടെയാ? തൃശ്ശൂരാണോ പോയത്? ആദ്യം ഞാൻ സ്കാനിങ് ചെയ്യാൻ പോയത് വിവേകാനന്ദയിലായിരുന്നു. അപ്പൊ ആ സാറ് പറഞ്ഞപ്പോ കോട്ടത്തറ ഹോസ്പിറ്റലിൽ വന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് എന്തോ തലയിൽ മുളയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് എഴുതി തന്നു. കോട്ടത്തറയിൽ നിന്ന് തൃശ്ശൂർക്ക് എഴുതി തന്നു. കുട്ടിക്ക് ബാധിച്ചത്. അപ്പോ എന്താ തൃശ്ശൂർക്ക് എഴുതി തന്നു. അവിടെ പോയി സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അയൺ ഗുളിക മറ്റോ കഴിക്കുന്നുണ്ടായിരുന്നു? അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു സാറേ. അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ കഴിച്ചു. ഇനി എങ്ങനെ പ്രഗ്നൻസി വന്നാലേ ആദ്യം മുതലേ ഡോക്ടറെ കാണണം. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. ഇനിയും ഗർഭം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകമായ പരിചരണം ആവശ്യമാണ്. ഒന്നിങ്ങനെ സംഭവിച്ച സാഹചര്യം നല്ല ഭക്ഷണം കൊടുക്കണം. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തിണ്ടി. നീ ഊരി തോന്ന് കാണട്ടാ. ഇനിയിപ്പം ഗർഭം ധരിച്ചാൽ നല്ല ഭക്ഷണം എല്ലാം കൊടുക്കണം. ഇവരെ അറിയിക്കണം. ഈ എന്താണ് അവരുടെ പേര്? രാധാമണി അറിയിക്കണം. ഡോക്ടറെ എല്ലാ മാസം പോയി കാണിക്കണം. അപ്പൊ ഇത് അമ്മയ്ക്ക് നല്ല പോഷകാഹാരമൊക്കെ ഇല്ലാത്തതിന്റെ ആയിരിക്കാം ചിലപ്പോൾ. ഡോക്ടർമാരെ കാണിക്കണം. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണം. ഇതെല്ലാം അഡ്വൈസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗർഭമായതും പോരെ, അതാരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്കുകയും. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരു ആദിവാസി സ്ത്രീ ഗർഭം ധരിച്ചാൽ ആ സമയം മുതൽ അവർക്ക് വേണ്ട പരിചരണം നൽകാനും പ്രസവത്തിന് ശേഷം വേണ്ട രീതിയിലുള്ള പരിചരണങ്ങൾ നൽകാനും ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പദ്ധതിയായിരുന്നു.
സത്യം പറയണ നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അട്ടപ്പാടിക്ക് വേണ്ടി ഒരു സമഗ്ര പാക്കേജ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ വേണ്ടി എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉൾപ്പെടെയുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണം. ഒരു അട്ടപ്പാടി പാക്കേജ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. ഇത് പുറത്ത് പറയരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. എല്ലാം ശരിയാക്കുന്നവരുടെ മുൻപാകെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാമെന്ന് ചെന്നിത്തല പറയുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ആദിവാസികൾക്കിടയിലും സംശയമുയർന്നേക്കാം. പ്രതിപക്ഷ നേതാവിനെ വിശ്വസിച്ച് അട്ടപ്പാടിയിൽ ആരെങ്കിലും ഗർഭം ധരിച്ച് വെട്ടിലാകുമോ എന്നതാണ് അവിടെയും ഉയരുന്ന ചോദ്യം. മന്ത്രിക്കാണെങ്കിൽ ഇനിയുണ്ടാകുന്ന ഗർഭങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാനും പറ്റില്ല. ചുരുക്കത്തിൽ 2 പേരും കൂടി അട്ടപ്പാടിയിലെ കാര്യങ്ങൾ വീണ്ടും തൃശങ്കുവലാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇനി മണി ആശാന്റെ ഊഴമാണ്. ഇടവേള കഴിഞ്ഞോട്ടെ. ചില കലാകാരന്മാരും ഉണ്ട്, അവർക്കിത് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകുമല്ലോ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?